ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റാണ്. യൂണിറ്റിൻ്റെ പേര് റൂറൽ വൈബ്സ്. അപ്പോൾ ഈ റൂറൽ എന്ന് പറഞ്ഞാൽ ഗ്രാമീണമായ, അതായത് നമ്മുടെ നാട്ടിൻപുറം പ്രദേശം എന്നൊക്കെ പറയാം. പിന്നെ വൈബ്സ് എന്നുള്ളത് നമുക്കറിയാം, നമ്മൾ യൂഷ്വലി ഇപ്പോൾ പറയുമല്ലോ വില്ലേജ് വൈബ്സ് എന്ന പോലുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു റൂറൽ വൈബ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രാമീണ കാഴ്ചകൾ എന്നാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കുറച്ച് ഗ്രാമീണമായ കാഴ്ചകൾ ഉൾക്കൊള്ളുന്ന കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വളരെ പരമ്പരാഗതമായ രീതിയിൽ കൃഷി ചെയ്യുന്ന ആളുകളെയാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ കാളകളെയൊക്കെ ഉപയോഗിച്ച് പരമ്പരാഗതമായ രീതിയിൽ നമ്മുടെ നിലം ഉഴുതുന്നതും അതുപോലെ തന്നെ നെല്ല് കൊയ്യുന്നതൊക്കെ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ആളുകൾ തന്നെയാണ് ഈ ഒരു ജോലികളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മെഷീൻസൊക്കെയാണ് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ താഴെയായിട്ട് ഒരു കോട്ട് തന്നിട്ടുണ്ട്. വിൽ ഡ്യൂറൻറ്റിൻ്റെ ദ ഫസ്റ്റ് ഫോം ഓഫ് കൾച്ചർ ഈസ് അഗ്രികൾച്ചർ. അതായത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ആദ്യത്തെ രൂപം അല്ലെങ്കിൽ ഭാവം എന്നൊക്കെ പറയുന്നത് കൃഷിയാണ്. നെക്സ്റ്റ് പേജിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കാം നമുക്ക്. വാട്ട് ഡു യു സീ ഇൻ ദി പിക്ചർ? അതായത് മേലെ കൊടുത്ത ചിത്രത്തിൽ എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു വീട് കാണുന്നുണ്ട്, അതിന് ചുറ്റും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു തരിശ് ഭൂമിയാണ് അവിടെ, അതായത് മരങ്ങളും ചെടികളും ഒന്നും ഇല്ലാത്ത ഒരു ബാരൻ ലാൻഡ് എന്നൊക്കെ നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഡോണ്ട് യു സീ ദ ബാരൻ ലാൻഡ് ബിസൈഡ് ദി ഹൗസ്? അതായത് ഈ വീടിന് അരികിലായിട്ട് കിടക്കുന്ന ആ ഒരു ബാരൻ ലാൻഡ്, അതായത് ആ തരിശായ ഭൂമി നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എസ് ഓർ നോ കൊടുക്കുക, അതിന് ആൻസർ നമ്മൾ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഹാവ് യു നോട്ടീസ്ഡ് സിമിലർ പ്ലോട്ട്സ് ഓഫ് ലാൻഡ് നിയർ യുവർ ഹൗസ്? അതായത് നിങ്ങളുടെ വീടിനരികിലായിട്ട് ഇതുപോലെയുള്ള പ്ലോട്ട്സ്, അതായത് നിലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് എസ് ഓർ നോ ആയിട്ട് ഉത്തരം എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നത്, ഹൗ ക്യാൻ വി മേക്ക് സച്ച് പ്ലേസസ് യൂസ്ഫുൾ? അതായത് എങ്ങനെയാണ് ഇത്തരം ഭൂമി, അതായത് നമ്മുടെ ഈ ഒരു ബാരൻ ലാൻഡ് തരിസായിട്ട് കിടക്കുന്ന ഈ ഒരു നിലം യൂസ്ഫുൾ ആക്കാൻ കഴിയുന്നത്, അതായത് നമുക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വ്യത്യസ്ത തരത്തിലുള്ള വിളകൾ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അതുപോലെ പല ഉത്തരം നമുക്ക് എഴുതാൻ പറ്റും. ഞാനിവിടെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്, നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള വിളകൾ നമുക്കിവിടെ കൃഷി ചെയ്യാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കൾട്ടിവേറ്റിംഗ് ദി ലാൻഡ് വുഡ് ബി എ വെൽക്കം സ്റ്റെപ്പ്. വാട്ട് ആർ ദി ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ യുവർ ലൊക്കാലിറ്റി? അതായത് തരിശായിട്ട് കിടക്കുന്ന ഈ ഒരു ഭൂമിയിൽ കൃഷി ചെയ്യുക എന്നുള്ളത് ഒരു ആദ്യത്തെ പടിയാണ്, ഇത് വെൽക്കം സ്റ്റെപ്പാണ്. അപ്പോൾ എങ്ങനെയുള്ള വിളകളാണ് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ കൃഷി ചെയ്യുന്നത് എന്നാണ് ചോദ്യത്തിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീടിനുള്ള അടുത്തുള്ള കൃഷി സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതിനൊക്കെ ആൻസർ ചെയ്യാം. നൗ ലെറ്റ്സ് റീഡ് ദി സ്റ്റോറി ഓഫ് എ ഗേൾ പാറു ഹു ലവ്ഡ് ദി പാഡി ഫീൽഡ്സ്. പാറു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അവൾ എങ്ങനെയായിരുന്നു? ഹു ലവ്ഡ് ദി പാഡി ഫീൽഡ്സ്. നെൽവയലുകളിൽ തൻ്റെ സമയം ചിലവഴിക്കാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നൊരു കുട്ടിയായിരുന്നു പാറു. അതായത് നെൽപ്പാടങ്ങളെ സ്നേഹിച്ച പാറുവിൻ്റെ കഥയാണ് നമുക്ക് വായിക്കാനുള്ളത്. സീഡ് ആൻഡ് സോയിൽ, അതായത് വിത്തും മണ്ണും. ഹെർ നെയിം വാസ് പാർവതി. അവളുടെ പേര് പാർവതി എന്നായിരുന്നു. ഹെർ ഫോക്സ് ആൻഡ് നൈബേഴ്സ് കാൾഡ് ഹെർ പാറു. അവളുടെ നാട്ടുകാരും അയൽവാസികളൊക്കെ അവളെ പാറു എന്നായിരുന്നു വിളിച്ചിരുന്നത്. ദേ വർ പാഡി ഫീൽഡ്സ് ഓൾ അറൗണ്ട് ഹെർ ഹൗസ്. അവളുടെ വീടിന് ചുറ്റും നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നു. ഷീ ലവ്ഡ് ദി ഫീൽഡ്സ്, ദി ട്രീസ് ആൻഡ് ദി പ്ലാന്റ്സ്. അവൾക്ക് ആ പാടങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ മരങ്ങളും ചെടികളും ഒരുപാട് ഇഷ്ടമായിരുന്നു. ഷീ ഓൾവേസ് കെയർഡ് ഫോർ ഓൾ ദി ലിവിങ് തിങ്സ് അറൗണ്ട് ഹെർ. അവളുടെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളെയും അവൾ പരിപാലിക്കുമായിരുന്നു. പാറൂസ് മദർ ഹാഡ് ഡൈഡ് ഓഫ് എ റയർ ഡിസീസ് ഇയേഴ്സ് എഗോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാറുവിൻ്റെ അമ്മ ഒരു അപൂർവ രോഗം ബാധിച്ച് മരിച്ചിരുന്നു. പാറു റിയലി മിസ്ഡ് ഹെർ മദർ വെരി മച്ച്. പാറു ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അവളുടെ അമ്മയെ. ഷീ ഓഫ്റ്റൺ റിമെമ്പേഴ്സ് ദ വേർഡ്സ് ഓഫ് ഹെർ മദർ. അവളുടെ അമ്മ പറഞ്ഞു കൊടുത്ത വാക്കുകൾ, നാച്ചർ ഈസ് അവർ മദർ, പ്രകൃതിയാണ് നമ്മുടെ അമ്മ എന്ന് അവളുടെ അമ്മയുടെ വാക്കുകൾ അവൾ എപ്പോഴും ഓർക്കുമായിരുന്നു. പാറൂസ് ഫാദർ വുഡ് ഓഫ്റ്റൺ കൺസോൾ ഹെർ, നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ, ഷീ ഈസ് വിത്ത് അസ്. പാറുവിൻ്റെ അച്ഛൻ എപ്പോഴും അവളെ കൺസോൾ ചെയ്യുമായിരുന്നു. അതായത് കൺസോൾ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുമായിരുന്നു. നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ,
അമ്മ പോയി എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് എപ്പോഴും അവളെ ആശ്വസിപ്പിക്കുമായിരുന്നു. പാറൂസ് ഗ്രാൻഡ് മദർ ആൾസോ ഡിഡ് എവറിത്തിങ് ഷീ കുഡ് ടു മേക്ക് ഹെർ ചിയർഫുൾ. പാറുവിൻ്റെ ഗ്രാൻഡ്മ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. ഷീ ഫോളോവ്ഡ് ഹെർ ലൈക്ക് എ ഷാഡോ. ഒരു നിഴൽ പോലെ പാറുവിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് എല്ലായ്പ്പോഴും ഫോളോ ചെയ്യുമായിരുന്നു പാറുവിൻ്റെ ഗ്രാൻഡ്മ. പാറു ലവ്ഡ് ഹെർ ഗ്രാൻഡ് മദർ വെരി മച്ച്. ഷീ കാൾഡ് ഹെർ എച്ചുവമ്മ. തിരിച്ച് പാറുവിനും ഗ്രാൻഡ് മദറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾ ഗ്രാൻഡ് മദറിനെ എച്ചുവമ്മ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാം പാറുവിൻ്റെ വീടും അതിന് ചുറ്റുമുള്ള നെൽവയലുകളും. ഇതിൻ്റെ ബാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കീപ് വാച്ചിങ്. താങ്ക് യു ഓൾ.